ഹായ്, എല്ലാവർക്കും മോഡേൺ കളവറിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന കോളിഫ്ലവർ കറിയാണ്. ഞാനിവിടെ ഒരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ ലേശം ഉപ്പുകൂടി ഇട്ടിട്ട് ഈ കോളിഫ്ലവർ അതിലേക്കിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 5-10 മിനിറ്റ്. അതിനുശേഷം ഒന്നെടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. കോളിഫ്ലവർ പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതാണ്. അപ്പോൾ അതിൽ പുഴുവൊക്കെ കയറാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ പുഴു കയറുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നത്. കോളിഫ്ലവർ വെള്ളത്തിലേക്കിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ കുക്കിംഗ് ടൈം കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നീളത്തിന് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ അളവിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ചുവ മാറിക്കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചക്കുത്ത് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി കിട്ടണം, എന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ദേ ഇവിടെ സവാള നന്നായിട്ട് വാടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് സവാളയിൽ. ഇനി ഈ ഒരു കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 സ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അവനവൻ്റെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 സ്പൂണ് മല്ലിപ്പൊടിയാണ്. ചേർത്ത് കൊടുത്ത പൊടിയെല്ലാം കൂടി സവാളയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മസാലയുടെയൊക്കെ ആ ഒരു പച്ച ചുവ ഒന്ന് മാറി കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ഇവിടെ സവോളയും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ആ തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. ആ ഒരു തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സവാളയായിട്ട് യോജിച്ച് കുക്കായി കിട്ടും. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അധികം പഴുക്കാത്ത തക്കാളിയായിരുന്നു. അപ്പോൾ കുറച്ച് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതൽ എടുക്കും. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ദേ ഇവിടെ തക്കാളി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
ഇപ്പോൾ ഇത് ഇവിടെ കോളിഫ്ലവറും മസാലയും തമ്മിൽ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാല പൊടിച്ചതാണ്. ഒരു 1/4 സ്പൂൺ അളവിന് ഗരം മസാല പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കോളിഫ്ലവർ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ 1/2 കപ്പ് അളവിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ ഒരു ടൈമിൽ ഉപ്പ് കൂടി ഒന്ന് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ദേ ഇവിടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കറി ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി കറിയായിട്ട് തന്നെ വേണമെങ്കിൽ ലേശം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ആ ഒരു കറിവേപ്പിലയിലേക്ക് ആ ഒരു ഫ്ലേവർ അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതേ ഇവിടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഇത് ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെയിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്